അനന്തപുരിയുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുമായി കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തിയ വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ ഘോഷയാത്രയോടൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട്, അനുഗമിക്കുന്നുണ്ട്. നമ്മൾ തത്സമയ വിവരങ്ങൾ, ദൃശ്യങ്ങൾ അപ്പോൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ രാവിലെ മുതൽ ജനം TV പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇന്നും ഈ യാത്ര ഞങ്ങൾ ഇടതടവില്ലാതെ നിരന്തരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ്. മുന്നൂറ്റി നങ്ക പല്ലക്കിൽ കാണുന്നത് മുന്നൂറ്റി നങ്കയാണ്. നമുക്ക് പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, ഇപ്പോൾ ഉള്ളത് കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ. ഇനിയിപ്പോൾ അവിടെ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് അവിടെയും എത്ര സമയം ഉണ്ടാകും? അവിടെ കുറച്ച് സമയം ഇരുന്ന ശേഷമാണോ വീണ്ടും ഈ ഘോഷയാത്ര പുറപ്പെടുക? വിവരങ്ങൾ എന്താണ്? നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും ഇപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തി അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിൽ പല്ലക്ക് സ്ഥാപിക്കും. അതിനുശേഷം ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ കൊട്ടാരത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ ഈ പോലീസ് സേനയുടെ കേരള തമിഴ്നാട് പോലീസ് സേനകളുടെ സംയുക്ത ഗാർഡ് ഓഫ് ഓണറും ഉണ്ടാകും. ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇനി കൊട്ടാരത്തിൽ നടക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തേവാരക്കെട്ടിൽ ഉപ്പിലിമാളികയിൽ നിന്നും ഈ ഉടവാൾ എത്തിക്കുന്ന ചടങ്ങ്. സാംസ്കാരിക മന്ത്രി അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഉടവാൾ കൈമാറ്റം കഴിഞ്ഞതിന് ശേഷമായിരിക്കും തേവാരക്കെട്ടിലേക്ക് സരസ്വതി വിഗ്രഹത്തെ എത്തിക്കുക. സരസ്വതി വിഗ്രഹം തിടമ്പേറ്റിയതിനു ശേഷം ആനപ്പുറത്ത് തിടമ്പേറ്റി പുറത്തേക്ക് വരികയും അതിനുശേഷമായിരിക്കും ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത്. അതിൽ അമ്മയ്ക്ക്, അതായത് സരസ്വതി ദേവിയെ ആനപ്പുറത്തും പല്ലക്കുകളായി 2 പല്ലക്കുകളിലായി കുമാരസ്വാമിയും അതുപോലെ തന്നെ മുന്നൂറ്റി നങ്കയും അകമ്പടിയായി എഴുന്നള്ളുകയും ചെയ്യും. അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ പോലീസ് സേനയടക്കം ഇതിനെ അനുഗമിക്കുകയും ചെയ്യും. അവിടെ നിന്ന് യാത്രയാക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ കൊട്ടാരത്തിന് ഉള്ളിൽ ആചാരവൃത്തി പ്രകാരമുള്ള ചടങ്ങുകളും ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകളും അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ പുറത്തേക്ക് ആനപ്പുറത്ത് ദേവിയെ, സരസ്വതി ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും യാത്ര ആരംഭിക്കുകയും ചെയ്യുക. ഏതായാലും വലിയ ഒരു ജനസഞ്ചയം തന്നെ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുതൽ ഈ യാത്ര ശുചീന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ചത് മുതൽ ഉണ്ടായ ഒരു ഭക്തജനങ്ങളുടെ ഒരു തിരക്ക്, ഒരു സാന്നിധ്യം, അത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മലയാളി അടക്കമുള്ളവർ നിരവധി പേർ അവിടെ നിന്നും കേരളത്തിൽ നിന്നടക്കം ഈ ഒരു യാത്രയെ, ഈ ഒരു പുണ്യകർമ്മത്തെ കാണുവാനും കണ്ട് സായുജ്യം അടയുവാനുമായെല്ലാം എത്തിയിട്ടുണ്ട്. വലിയൊരു ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ നവരാത്രി ഘോഷയാത്രയുടെ ഒരു തുടക്കം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ മുന്നൂറ്റി നങ്കയുടെ എഴുന്നള്ളത്ത് തുടങ്ങിയതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഔദ്യോഗിക തുടക്കം എന്ന് പറയുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലെത്തിയ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം നടന്ന ആ ഉടവാൾ കൈമാറ്റം അടക്കം നടന്നതിന് ശേഷം സരസ്വതി ദേവിയെ തിടമ്പേറ്റി പുറത്തേക്ക് എഴുന്നള്ളതോടുകൂടിയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ പത്മനാഭപുരത്ത് നടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആഘോഷ പരിപാടികളുടെ ഒരു ഔദ്യോഗിക തുടക്കം എന്നത് പറയാൻ കഴിയുക. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അത് ഉണ്ടാകുകയും ചെയ്യും. വലിയ ഒരു ജനസാഗരം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. മലയാളികളടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വലിയ ജനസാഗരം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 2 സംസ്കാരങ്ങളുടെ ഒരു ഭാഗം കൂടിയാണെന്ന് നേരത്തെ തന്നെ പലരും സൂചിപ്പിച്ചിരുന്നു. അതായത് കേരളവും തമിഴ്നാടും പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൽ തന്നെ നാഞ്ചിനാടിന്റെ ഭാഗമായിരുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഈ കേരളവും തമിഴ്നാടും തമ്മിലൊരു സാംസ്കാരിക ഐക്യത്തിന്റെ കൂടി ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ജനങ്ങൾ ഇവിടേക്ക്, മലയാളികൾ അടക്കമുള്ളവർ എന്തായാലും ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. പല്ലക്കുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല്ലക്കുകൾ ഈ പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിന്റെ ഇരു സൈഡുകളിലായി, 2 വശങ്ങളിലായി ഈ പല്ലക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ അമ്മയെയും, അതായത് മുന്നൂറ്റി നങ്കയെയും അതുപോലെ തന്നെ കുമാരസ്വാമിയെയും കുമാരസ്വാമിയുടെയും പല്ലക്കുകൾ നിർത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ കുമാരസ്വാമിയുടെ എഴുന്നള്ളത്ത് ഉണ്ടായി. രാവിലെ 4 മണിക്ക് തന്നെ
ക്ഷേത്രത്തിൽ ആചാരവിധി പ്രകാരമുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടന്നിരുന്നു. അതിനുശേഷമാണ് കുമാരസ്വാമിയുടെ എഴുന്നള്ളത്ത് നടന്നത്. കുമാരസ്വാമിയുടെ എഴുന്നള്ളത്ത് ഈ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ നങ്കയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 300 നങ്കയെ സ്ഥാപിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷമാണ് പിന്നീട് അവിടെയും പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ പത്മനാഭപുരം കൊട്ടാരത്തിലേക്കുള്ള എഴുന്നള്ളത്തുണ്ടായിരുന്നത്. ഇതിന് ഏറ്റവും ആ പഴമയുടെ, അതായത് പണ്ട് നമുക്ക് ഈ രാജഭരണകാലത്തെ ആ ഒരു പ്രൗഢിയും പഴമയും സൂചിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പോലീസ് സംവിധാനം, അതായത് സേനയെ നിലനിർത്തിയിരിക്കുന്നത്. അത് ആ എഴുന്നള്ളത്തിന് ആ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പോലീസ് സേനയും. അത് പൂർണ്ണ സായുധ സേനയാണ് പോലീസിന്റെ ഇതിനോടുകൂടി അനുഗമിക്കുന്നത്. അവരുടെ ഒരു വലിയ ഒരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നതിന് ഉള്ള സജ്ജീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് വിഗ്രഹ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുക. വീണ, എനിക്ക് തോന്നുന്നു പ്രശാന്ത്, അവിടെ ഈ ഭക്തജനങ്ങൾ ഇത് വീക്ഷിക്കുന്നതിനായി നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ മറ്റാചാരപരമായ ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അത് കാണുന്നതിനും 300 നങ്കയെയും കുമാരസ്വാമിയെയും ദർശിക്കുന്നതിനുമായി ഒട്ടേറെ ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർ ഈ ആചാരങ്ങളുടെ ഭാഗമാകുമ്പോൾ അവർക്ക് തോന്നുന്നത്? അത് ചോദിക്കാം എന്നെനിക്ക് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ചേരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറുകാരുടെ ഒരു ആഘോഷമാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അനന്തപുരിയിലേക്ക് പൂജവയ്പ്, അതിൻ്റെ ഭാഗമായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹ ഘോഷയാത്ര. അത് ആദ്യകാലത്തെ കന്യാകുമാരി ജില്ല എന്ന് പറയുന്ന തെക്കൻ അല്ലെങ്കിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്ന് പറയുന്നിടത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. പിന്നീട് തമിഴ്നാടായും കേരളവുമായും മാറിയപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ യോജിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആഘോഷമായി, ആചാരമായി ഇത് മാറിയിട്ടുണ്ട്. ഇത് ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർക്ക് ഇതിൻ്റെ ഭാഗമാകുന്നത്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പോലീസ് ഇതിൻ്റെ ഭാഗമാകാറുണ്ട്. വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ഹോൾട്ട് ചെയ്യുമ്പോൾ, അവിടെ നിൽക്കുമ്പോൾ, വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഭക്തർക്ക് ദർശനം നൽകുമ്പോൾ അവരെല്ലാം ഈ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രാദേശികമായി അവർ സ്വീകരണം നൽകുന്നത് നമുക്ക് കാണാം. അത് വഴിനീളെ ഉണ്ടാകും. വഴിനീളെ പൂജ വെച്ചുകൊണ്ടാണ് ആളുകൾ ഈ വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആചാരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, മുമ്പ് കുമാരസ്വാമി കാട്ടുജാതിക്കാരിയായ വള്ളിയെ വിവാഹം കഴിക്കുന്നതിനായി ആഗ്രഹിച്ചു. പക്ഷെ ശിവപെരുമാളിനോട്, അച്ഛനോട് പറയാൻ പേടി. അപ്പോൾ ശ്രീ പത്മനാഭനോട് പറയാം, കാരണം അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ അച്ഛൻ കേൾക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് പത്മനാഭനോട് പറയാനാണ് അനന്തപുരിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്, കുമാരകോവിലിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ 300 നങ്ക പറയുന്നു, ഞാൻ കൂടെ വരാം, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞാണ് കൂടെ കൂടുന്നത്. പക്ഷേ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി 300 നങ്കയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വിവാഹം മുടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ സഹായിക്കാം എന്ന് പറഞ്ഞ് കൂടെ കൂടുകയും ഒരുപക്ഷെ ഒരു ചതിയുടെ കഥയൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അത് അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, നിയോഗമാണ് അത്, 300 നങ്കയുടെ നിയോഗമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതിന് കുണ്ടണിമങ്ക എന്നൊരു പേര് കൂടിയുണ്ട് 300 നങ്കയ്ക്ക്. ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ ഒരു ഏഷണി ഉണ്ടാക്കി ഈ വിവാഹം മുടക്കുന്നു. വെള്ളിക്കുതിരപ്പുറത്താണ് കുമാരസ്വാമി അനന്തപുരിയിലേക്ക് വരുന്നത്. ഇവിടെ വരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഇവർ 3 ഇടങ്ങളിലായി, ഈ വിഗ്രഹങ്ങൾ 3 ഇടങ്ങളിലായി. ചെന്തിട്ടയിൽ 300 നങ്ക, ആര്യശാലയിൽ കുമാരസ്വാമി, തുടർന്ന് നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്യും. വിജയദശമി നാളിൽ മനസ്സിലാകുന്നു ഈ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാകുന്നു. തുടർന്ന് കുമാരസ്വാമി തിരികെ പോകുന്നു, കുമാരകോവിലേക്ക് തിരികെ പോകുന്നു. ഈ ഒരു തിരികെ പോകുമ്പോഴുള്ള ഘോഷയാത്രയും വളരെ പ്രസിദ്ധമാണ്. അപ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയും പൂജ വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ഗാർഡ് ഓഫ് ഓണറും സ്വീകരണവും ഒക്കെ വിവിധ പോയിന്റുകളിൽ അപ്പോഴും ലഭ്യമാകുന്നുണ്ട്. ഇത് പിന്നീട് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ ഇതൊരു ആചാരമായി, അതായത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പൂജ വയ്ക്കുന്ന ഒരു ആചാരമായി ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് മാറിയത്. അതിനുശേഷം 2 സംസ്ഥാനമായി മാറിയപ്പോഴും അത് തുടർന്നു എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോഴും ആചാരപെരുമയോടെ ആഘോഷിക്കുമ്പോൾ നാൾക്ക് നാൾ ജനപ്രാതിനിധ്യം കൂടി വരുന്നതാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇത്രയൊന്നും ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പക്ഷേ വലിയ ജനക്കൂട്ടമാണ് ഓരോ പോയിന്റിലും എത്തിയിട്ടുള്ളത്, ഓരോ അമ്പലങ്ങളിലും എത്തുന്നത്. പിന്നീട് പൂജവയ്പ്പിനും അതെ, പൂജപ്പുര മണ്ഡപത്തിൽ വെള്ളിക്കുതിര വന്നിരിക്കും. കുമാരസ്വാമി ആര്യശാലയിൽ നിന്ന് വിജയദശമി ദിവസം ഈ വെള്ളിക്കുതിരമേലെത്തും. അവിടെ കാവടി ഘോഷയാത്ര നടക്കും. അങ്ങനെ കാവടി ആടുമ്പോൾ കുമാരസ്വാമിക്ക് മുന്നിൽ കാവടി ആടുമ്പോൾ അദ്ദേഹം സംതൃപ്തനായി
അദ്ദേഹത്തിനുണ്ടായ വിഷമം മറന്ന് അദ്ദേഹം സന്തോഷവാനായി തിരിച്ചു പോകും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഈ കാവടി ഘോഷയാത്രയ്ക്കായി ഒരുപാട് ഭക്തജനങ്ങൾ, അത് നാൾക്ക് നാൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെ. അതിനുശേഷമാണ് കുമാരസ്വാമി തിരികെ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം, ആചാരം. ഇത് നമ്മൾ ഇന്നലെ വളരെ വിശദമായി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്ന പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കൂടിയാണ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുമല്ലോ. ഇന്നലെ ഒരുപാട് വിവരങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവർ വളരെ വിശദമായി ഇത് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര പുറപ്പെടും. അതിന് മുൻപുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ്. എല്ലാവരും കുമാരസ്വാമിയെയും 300 നങ്കയെയും കണ്ട് വണങ്ങുന്നതിനായി അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമുക്ക് ആ ഗാർഡ് ഓഫ് ഓണർ തുടങ്ങി കേൾക്കാമെന്ന് തോന്നുന്നു. അതെ. ഇത് നേരത്തെ ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് നേരത്തെ മറ്റൊരു സ്ഥലത്ത് വെച്ചുള്ള ഗാർഡ് ഓഫ് ഓണറാണ്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ഈ കൽക്കുളം ക്ഷേത്രത്തിൽ നിന്നുള്ള ഗാർഡ് ഓഫ് ഓണർ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളതിൻ്റെ തയ്യാറെടുപ്പുകളാണ് കണ്ടത്. ഭക്തരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് കാണാം, ഒരു അമ്മ ഭക്തിസാന്ദ്രമായി തന്നെ പ്രാർത്ഥനാ ജപങ്ങളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്നു. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇനി ഏകദേശം എത്ര സമയം കൂടി എടുക്കും അവിടെ നിന്നും പുറപ്പെടാൻ? ഭക്തജനങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ദർശന പുണ്യം നുകർന്നു തന്നെയാണ് നിൽക്കുന്നത്. ദീപാരാധന പോലെയുള്ള ചടങ്ങുകൾ തുടർന്നും ഉണ്ടാകുമോ? പ്രശാന്ത്, ഈ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ആചാരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, വിഗ്രഹ ഘോഷയാത്ര പത്മനാഭപുരം കൊട്ടാരത്തിൽ എത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് കൽക്കുളം നീലകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 300 നങ്കയും അതുപോലെ തന്നെ കുമാരസ്വാമിയും പത്മനാഭപുരം കൊട്ടാരത്തിലെത്തി. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിന് ഉൾവശത്തുള്ള സരസ്വതി ക്ഷേത്രമാണ്. സരസ്വതി ക്ഷേത്രത്തിൽ നിന്നും അമ്മയെ അല്പസമയത്തിന് ശേഷം സരസ്വതി ദേവിയെ അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ആനപ്പുറത്ത് കയറ്റുകയും ചെയ്യും. അതിന് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയും ചെയ്യും. അതോടുകൂടിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അതായത് ഘോഷയാത്രയുടെ ഒരു ഔദ്യോഗിക ആരംഭം എന്ന് പറയുന്നത് ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ്. അത് തുടക്കമാവുകയും ചെയ്യും. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ തന്നെ പോലീസിന്റെ സേന സജ്ജമാണ്. അതായത് ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെ പോലീസിന്റെ ഒരു സേന സജ്ജമാണ്. അവർ ഈ യാത്ര പുറപ്പെടുമ്പോൾ, അതായത് അമ്മയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത്, അതിന് ആനപ്പുറത്തേക്ക് കയറ്റാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ നിൽക്കും. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം നമുക്കറിയാം. പത്മനാഭപുരം കൊട്ടാരത്തിന് ഉൾവശത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് സരസ്വതി ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന. ആ സരസ്വതി ദേവിക്ക് അകമ്പടിയായിട്ടാണ് കുമാരസ്വാമിയും അതുപോലെ തന്നെ 300 നങ്കയമ്മയും അകമ്പടി സേവിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് അനന്തപുരിയിലേക്ക് പത്മനാഭ സ്വാമിയുടെ മണ്ണിലേക്ക് എത്തുന്നത്. ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നേരത്തെ നമ്മൾ കണ്ടത് ഈ ക്ഷേത്രത്തിന് ഉൾവശത്തെ ദൃശ്യങ്ങളായിരുന്നു. ക്ഷേത്രത്തിൽ ഒരു വശത്ത് ഈ ചടങ്ങുകൾ നടക്കുന്നു, മറുഭാഗത്ത് ഈ ഉപ്പിലിമാളികയിൽ ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ നടക്കും. ദേവസ്വം മന്ത്രി അടക്കമുള്ളവരേക്ക് എത്തിയിട്ടുമുണ്ട്. നമുക്ക് അവിടേക്ക് പ്രവേശിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. ചില സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പോലീസിന്റെ ഭാഗത്തുമുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയാൻ, ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഈ പത്മനാഭപുരം കൊട്ടാരത്തിന് ഉൾവശത്തെ സരസ്വതി ദേവി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് യാത്ര പുറപ്പെടുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ അടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രാജപ്രതിനിധി അടക്കം ഉടവാളുമായി സ്വീകരിക്കുന്ന അടക്കമുള്ള ചടങ്ങുകൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. അത് ശേഷമായിരിക്കും ഈ യാത്ര ആരംഭിക്കുക. എന്തായാലും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. വർഷത്തിൽ ഒരു തവണ നടക്കുന്ന ഈ ഒരു അപൂർവ അനുഭൂതിയെ, അതിനെ അനുഭവിച്ചറിയാൻ
വേണ്ടി നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. മലയാളികളടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ നിന്നും ഈ തക്കലയിലേക്ക് എത്തുകയും പത്മനാഭപുരത്തിന്റെ പല ഭാഗങ്ങളിൽ തങ്ങുകയും അതിനുശേഷമാണ് ഈ ചടങ്ങുകൾ നേരിട്ട് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ചടങ്ങുകൾ അതിന്റെ ചടങ്ങുകൾ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് രഥഘോഷയാത്ര, നവരാത്രി രഥഘോഷയാത്ര അനന്തപുരിയുടെ മണ്ണിലേക്ക് യാത്ര തിരിക്കും. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അതിന് ഇനി ഉള്ളത്. ഈ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഒരു വശത്ത് ക്ഷേത്രത്തിലും സരസ്വതി ക്ഷേത്രത്തിലും ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മറ്റു തൊപ്പിളിമാളികളടക്കം ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകളും അവിടെയും നടക്കും. എന്തായാലും ഈ ഒരു വലിയ ഒരു സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അനുഭവിച്ചറിയാനാണ് നിരവധി ആളുകൾ എത്തുന്നത്. മാത്രമല്ല ഇന്നും ആ ഒരു രാജകീയ പ്രൗഢിയും അതിൻ്റെ ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ഒരു എഴുന്നള്ളത്തും അതിൻ്റെ ഒരു ആചാര തനിമ നഷ്ടപ്പെടാതെ ഇന്നും സംരക്ഷിച്ചു പോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും ദീപവുമായി അവിടുത്തെ ഈ പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉപ്പിലിമാളികയ്ക്ക് പുറപ്പെടുകയും അവിടെ നിന്ന് ഉടവാൾ കൈമാറ്റം അടക്കമുള്ളവ നടക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. ഏതായാലും പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളിലെ സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് ദേവാരക്കൊട്ട് സരസ്വതി വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. ദേവിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി ആനപ്പുറത്താണ് ദേവി അനന്തപുരിയിലേക്ക് എഴുന്നള്ളുക. സരസ്വതി ദേവി ആനപ്പുറത്തും കുമാരസ്വാമി വെള്ളിക്കുതിരപ്പുറത്തും 300 നങ്ക പല്ലക്കിലുമായാണ് പുറപ്പെടുന്നത്.